ശ്രീ മൻമോഹൻ അവറുകളുടെ ശരിക്ക് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നിതാന്തമായ ശ്രമം, ആ ഒരു കോൺഫിഡൻസും ഈ കേസ് ശിക്ഷയിലെത്തിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കൂടാതെ ഈ കേസിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഹൈക്കോടതി നടത്തിയ നിരീക്ഷണങ്ങൾക്കെതിരെ ഞാൻ സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് സുബ്രഹ്മണ്യം പോറ്റി അവറുകൾ വഴി അന്ന് അപേക്ഷിച്ചിരുന്നു. അതുകൂടാതെ ഞാൻ ഹൈക്കോടതി വിജിലൻസിൽ പരാതിപ്പെട്ടിരുന്നു. ആ വിജിലൻസ് അന്വേഷണമാണ് ഈ പറഞ്ഞ ഇതിൻ്റെ എല്ലാം തുടക്കം. ഇതിനാധാരമായ കാര്യം ആ വിജിലൻസ് അന്വേഷണമാണ്. അതിനെ തുടർന്നാണ് കേസ് രജിസ്റ്റർ ചെയ്ത് ആ വിജിലൻസ് അന്വേഷണത്തിൽ തന്നെ ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് കോടതിക്കുള്ളിൽ നടന്ന തിരിമറിയാകാം എന്ന് മനസ്സിലാക്കി ഇതിന്മേലൊരു പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട് അങ്ങനെ പോലീസ് കോടതിയുടെ നമ്മുടെ സെഷൻസ് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഹൈക്കോടതിയുടെയും നിർദ്ദേശപ്രകാരം ഇവിടെ കേസ് രജിസ്റ്റർ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ആ കേസ് മറ്റ് ചില കാരണങ്ങളാൽ അകാലത്തിൽ ചരമടയേണ്ട ഗതിയുണ്ടായി. പക്ഷേ പിന്നീടും ആ കേസ് ശ്രീ സെൻകുമാർ സാറിൻ്റെ ഒക്കെയുള്ള ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസ് വീണ്ടും പുനരുജ്ജീവിപ്പിച്ച് അത് വീണ്ടും ചാർജ് ഷീറ്റ് ചെയ്യുകയും അതിനെ തുടർന്ന് പല കോടതി നടപടികളും ഒക്കെ നിങ്ങൾക്കറിയുന്നതാണ്. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഇത് സംബന്ധിച്ച പല കേസുകൾ നടന്നു. ഇത്തരുണത്തിൽ എനിക്ക് മറക്കാനാവാത്ത ഒരു പേരാണ് നിങ്ങളിൽ ഒരാളായ ഒരു മാധ്യമപ്രവർത്തകൻ ശ്രീ അനിൽ ഇമ്മാനുവലിൻ്റേത്. അദ്ദേഹത്തിൻ്റെ നിരന്തരമായ ഇടപെടലാണ് ഒരുപക്ഷെ ഈ കേസിനെ വീണ്ടും ഈ ലെവൽ ഒരു മാധ്യമപ്രവർത്തകൻ ഒരു അന്വേഷണാത്മകമായ ഒരു കാര്യത്തിൽ എങ്ങനെ നിതാന്തമായി, അതായത് ഒരു ബ്രേക്കിംഗ് ന്യൂസിന് വേണ്ടി മാത്രമല്ല, ബിയോണ്ട് എ ബ്രേക്കിംഗ് ന്യൂസ് അതിൽ കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി അതിൻ്റെ പുറകിൽ അദ്ദേഹം ആദ്യം വന്നപ്പോൾ ഞാൻ പല മാധ്യമപ്രവർത്തകരെയും കണ്ടത് കാരണം ഞാൻ അത്ര അദ്ദേഹത്തെ വെൽക്കം ചെയ്തില്ല. പക്ഷേ അദ്ദേഹം ഇതിൽ എത്ര സിൻസിയറായിട്ടാണ് ഇടപെടുന്നതെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഞാൻ അദ്ദേഹത്തെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. അദ്ദേഹത്തിന് ഇതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈക്കോടതിയിലെ വിജിലൻസ് വിഭാഗത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത ജോസഫ് സാജു എന്ന SP, അദ്ദേഹവുമൊക്കെ അറിയപ്പെടാത്ത ഒരുപാട് ആൾക്കാർ, ഒരുപാട് മാധ്യമപ്രവർത്തകർ, ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഏഷ്യാനെറ്റിൽ മിസ്റ്റർ വിനു വി ജോൺ, അതുപോലെ നമ്മുടെ ഇതിൽ ചർച്ചകൾക്ക് വരുന്ന ജയശങ്കർ സാറ്, അതുപോലെ ഇത് മറുനാടൻ മലയാളി, ഇവരെല്ലാം എന്നെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറഞ്ഞ് നേരത്തെയുള്ള ഇതിൽ എനിക്ക് വലിയ പ്രോത്സാഹനം തന്നിരുന്നു. അതിനെല്ലാം ഞാൻ നന്ദി പറയുന്നു എല്ലാ മാധ്യമപ്രവർത്തകരോടും. അയ്യോ, അത് കഠിനമായിരുന്നു. അത് നിങ്ങൾക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ വളരെ എൻ്റെ ഒരു യങ് ഏജിൽ, ഇപ്പോൾ എനിക്ക് കുറേ കൂടെ പക്വതയും ഏതാണ്ട് 10-30 വയസ്സുള്ള ഒരു സമയത്ത് നമ്മൾ പിന്തുടർന്ന് വന്ന നമ്മുടെ വാല്യൂസിനെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു വിധിയുണ്ടാവുകയും അത് അത്യന്തം വേദനാജനകം. പക്ഷേ അന്നും അതിലെ ഞാൻ നേരത്തെ പറഞ്ഞു, അതിലെ ഡിഫൈനിങ് മൊമെൻ്റ് എന്ന് പറയുന്നത് എന്നെ ഇത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അന്ന് വിളിപ്പിച്ചപ്പോൾ പലരും പറഞ്ഞത് താമ്രപത്രം തന്ന്, അതായത് സസ്പെൻഷൻ ഓർഡർ തരാനാണ് വിളിപ്പിക്കുന്നതെന്നാണ് നമ്മുടെ സുഹൃത്തുക്കൾ പലരും പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ എന്നെ അവിടെ ഇരുത്തി എനിക്ക് ചായ തന്ന് അദ്ദേഹം എനിക്ക് വേണ്ടുന്ന അന്നത്തെ DGP രാജഗോപാൽ നാരായൺ സാറ്, അദ്ദേഹം വളരെ എനിക്ക് ഒരു യങ് ഉദ്യോഗസ്ഥനെ, ഒരുപക്ഷെ എന്നെപ്പറ്റി അദ്ദേഹത്തിന് അറിയാമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കരിയറിലെ തുടർന്നുള്ള എൻ്റെ കരിയർ ഡിസൈഡ് ചെയ്ത ഒരു മൊമെൻ്റായിരുന്നു അത്. ഞാൻ വളരെ വലുതായിട്ട് കാണുന്നു. അല്ല, അട്ടിമറിക്കുക എന്ന് പറഞ്ഞാൽ ഈ കേസ് നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു കേസ് 30 കൊല്ലം നീളണമെങ്കിൽ അത് സാധാരണ കാരണങ്ങൾ കൊണ്ട് 30 കൊല്ലം നീളുമോ? ഇത് നമ്മൾക്കെല്ലാവർക്കും അറിയാം. ഇത് നീളണം, ഇത് നിങ്ങളുടെയോ എൻ്റെയോ പേരിലുള്ള ഒരു കേസാണെങ്കിൽ ഇത് 30 കൊല്ലം നീട്ടിക്കൊണ്ടു പോകാൻ നമുക്കാവുമോ? ആവില്ല. അത് തന്നെയാണ്. പക്ഷേ ഇന്ന് നമുക്ക് കോടതികളോടുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ് ഇന്നത്തെ വിധി. ഒരു കാര്യം എനിക്ക് പറയാം, ഇത് ആൻ്റണി രാജു എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയുള്ള വിധിയോ ആ ഭാഗം എന്നെ സന്തോഷിപ്പിക്കുന്നില്ല. മറിച്ച് നമ്മുടെ നീതിന്യായ സംവിധാനത്തിൽ എല്ലാവരും പവർഫുള്ളായിട്ടുള്ള ആൾക്കാരും നീതിന്യായ സംവിധാനത്തിന് താഴെയാണ് എന്നുള്ള ഒരു മഹത്തായ സന്ദേശമാണ് ഈ വിധി നൽകുന്നത്.